അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എന്തിലേക്ക്, ഗുഡ് ഈവനിങ് ഷോയിലേക്ക്. അപ്പോൾ ഒരു വാർത്താ ദിനം വളരെ സജീവമായി പോകുന്ന ഒരുപാട് പ്രധാനപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് പങ്കുവെക്കാൻ ആ വാർത്തകളുണ്ട്, മറ്റ് ചില സ്പെഷ്യൽ വിശേഷങ്ങളുണ്ട് പ്രേക്ഷകരുമായി പങ്കുവെക്കാം. പിന്നെ നിങ്ങളുടെ വർത്തമാനങ്ങൾ കേൾക്കാറുണ്ട് അല്ലേ? അങ്ങനെ ഞങ്ങൾ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ, ഒപ്പം തന്നെ കൂടുതൽ വാർത്തകൾ കാണാനായി എത്തിയിരിക്കുന്ന പ്രേക്ഷകർ, ആരെയും നിരാശപ്പെടുത്തില്ല. നമ്മൾ ഒരു കംപ്ലീറ്റ് പാക്കാണ് നമ്മുടെ ഈ ഷോ. അപ്പോൾ എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഗുഡ് ഈവനിങ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത. വെൽക്കം. അപ്പോൾ അറിയുന്നത് പോലെ പ്രേക്ഷകരുടെ കൂടി ഷോയാണ് നമ്മുടെ ഗുഡ് ഈവനിങ് ഷോ എന്നറിയാം. അത് നിങ്ങളുടെ സ്ക്രീനിലേക്ക് വരുന്നു. നിങ്ങൾക്കും നമ്മുടെ ഷോയുടെ ഭാഗമാകാനുള്ള അവസരം. ഈ QR കോഡ് സ്കാൻ ചെയ്ത് എളുപ്പം വീഡിയോ കോൾ ചെയ്തുകൊണ്ട് നമ്മുടെ സ്ക്രീനിലേക്ക് എത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ വിശേഷങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതെല്ലാം നേരിൽ പറയാനുള്ള അവസരമാണ്. അപ്പോൾ അടുത്ത 1 മണിക്കൂർ നേരം ഇതേ കോഡ് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം. ഇപ്പോൾ മൊബൈൽ ഫോണിൽ സ്കാൻ ചെയ്യാൻ സമയം കിട്ടുന്നില്ല എങ്കിൽ നോ പ്രോബ്ലം, നേരെ FBയിലേക്കും ഇൻസ്റ്റയിലേക്കും പോവുക. അവിടെ 24ന്റെ പേജിൽ പോയി കഴിഞ്ഞാൽ ഇതേ QR കോഡ് പിൻ ചെയ്ത് വെച്ചത് കാണാം. അത് സ്കാൻ ചെയ്യുക, വിളിക്കുക, നേരെ നമ്മുടെ സ്ക്രീനിലേക്ക് എത്തുക, വിശേഷങ്ങൾ നേരിൽ പറയുക. സോ വി ആർ വെയിറ്റിംഗ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഷോ തുടങ്ങാം അല്ലേ? അതെ, ഇന്ന് ഭരണഘടനാ ദിനമാണ്. അപ്പോൾ നമ്മുടെ ഭരണഘടനയെ ആലോചിച്ച് അല്ലെങ്കിൽ അതിൻ്റെ കരുത്തിൽ അഭിമാനം കൊള്ളേണ്ട ദിനം കൂടിയാണ്. എല്ലാ ദിനങ്ങളും തന്നെയാണ്, പക്ഷേ നമ്മുടെ ഭരണഘടന നമ്മുടെ കരുത്താണ്, നമ്മുടെ അഭിമാനമാണ്. യെസ്, അപ്പോൾ അങ്ങനെ ശക്തമായ ആ ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിൻ്റെ 75ാം വാർഷികാഘോഷം നിറവിൽ തന്നെയാണ് രാജ്യം. നമ്മുടെ ഭരണഘടന നമ്മുടെ അഭിമാനം എന്ന പ്രമേയത്തിൽ 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് രാജ്യത്ത് തുടക്കമായിട്ടുണ്ട്. ഭരണഘടന രൂപം കൊണ്ട പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാൾ തന്നെയാണ് ചരിത്രപരമായ ഭരണഘടനയുടെ 75ാം വാർഷികാഘോഷ ചടങ്ങിനും സാക്ഷ്യം വഹിച്ചത്. സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇരു സഭകളുടെ അധ്യക്ഷന്മാരും ചേർന്ന് സ്വീകരിച്ച് ആനയിച്ചു. ഭരണഘടനാ ദിനാശംസകൾ നേർന്ന രാഷ്ട്രപതി പൗരാവകാശങ്ങളുടെ കാവലാളും സമൂഹത്തിന്റെ നെടുംതൂണുമാണ് ഭരണഘടനയെന്നും ഭരണഘടനാ മൂല്യങ്ങൾ ഓരോ പൗരനും ഉയർത്തിപ്പിടിക്കണമെന്നും ആഹ്വാനം ചെയ്തു. संविधान हमारे देश का सबसे पवित्र ग्रंथ है. हमारे संविधान हमारे लोकतांत्रिक गणतंत्र की सुदृढ़ आधारशिला है. हमारा संविधान हमारे सामूहिक और व्यक्तिगत स्वाभिमान को सुनिश्चित करता है. രാജ്യത്തിനിത് അഭിമാന നിമിഷമെന്ന് സ്വാഗത പ്രസംഗത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഭരണഘടനാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത കൂടി ഭരണഘടനാ ദിനം ഓർമ്മപ്പെടുത്തുന്നുവെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധങ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ 75ാം വാർഷികത്തിന്റെ സ്മാരകമായി നാണയവും സ്റ്റാമ്പും രാഷ്ട്രപതി പ്രകാശനം ചെയ്തു. സംസ്കൃതം, മൈഥിലി ഭാഷകളിലുള്ള ഭരണഘടനാ പകർപ്പുകളും ചടങ്ങിൽ പുറത്തിറക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ എന്നിവരും വേദിയിലിരുന്നു. വൈകിട്ട് 5 മണിക്ക് സുപ്രീം കോടതിയിൽ നടക്കുന്ന ഭരണഘടനാ ദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയാകും. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസിന്റെയും BJPയുടെയും നേതൃത്വത്തിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചു. 24 ഡൽഹി. ഇന്നത്തെ ദിനം പുലർന്നത് ഒരു വലിയ അപകടത്തിന്റെ വാർത്ത കേട്ടുകൊണ്ടാണ്. നാട്ടികയിൽ വാഹനാപകടത്തിൽ അല്ലെങ്കിൽ വാഹനം പാഞ്ഞു കയറി 5 പേരുടെ ദാരുണാന്ത്യം സംഭവിച്ചു. അവരുടെ ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ്, അങ്ങനെ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് ഇപ്പോൾ മൃതദേഹം വിട്ടു നൽകുകയാണ്. എങ്ങനെയാണ് സംസ്കാര ചടങ്ങുകളൊക്കെ? കൂടുതൽ വിവരങ്ങൾ.
പ്രവിധ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയാണ് മൃതദേഹം ഇപ്പോൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരിക്കുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ 2 മൃതദേഹവും അതുപോലെ തന്നെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ 3 മൃതദേഹങ്ങളുമാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. അതിൽ ഇപ്പോൾ ഈ കാളിയപ്പൻ എന്ന ആളുടെ മൃതദേഹം വഹിച്ചുകൊണ്ട് ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള ആംബുലൻസ് പുറപ്പെട്ടു കഴിഞ്ഞു. അടുത്ത ആംബുലൻസ് ഇനി ഇവിടെ നിന്ന് 2 മൃതദേഹങ്ങൾ കൂടി ഇവിടെ നിന്ന് കൈമാറേണ്ടതുണ്ട്. നാഗമ്മ അതുപോലെ തന്നെ ഈ വിശ്വ 1.25 വയസ്സുള്ള ഒരു വിശ്വ എന്ന് പറയുന്ന കുട്ടിയുണ്ട്. അവരുടെ അടക്കം 2 മൃതദേഹങ്ങൾ കൂടി ഇവിടെ നിന്ന് കൈമാറാനുണ്ട്. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 2 മൃതദേഹങ്ങളും ഈ ജില്ലാ ആശുപത്രിക്ക് സമീപത്തേക്ക് അല്പസമയത്തിനകം എത്തിക്കും. 5 ആംബുലൻസുകളിലായിരിക്കും ഈ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. പോലീസിന്റെ അകമ്പടിയോടുകൂടി പാലക്കാട് അതിർത്തി ഇവിടെ നിന്നുള്ള തൃശൂർ പോലീസ് കടത്തിവിടും. അവിടെ നിന്ന് പാലക്കാട് പോലീസ് എത്തി മൃതദേഹം ഏറ്റുവാങ്ങി ഗോവിന്ദാപുരത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ് നിലവിൽ ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും രാവിലെ മുതൽ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ജില്ലാ ആശുപത്രിയിലാണെങ്കിൽ പോലും വലിയ സങ്കടം തളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വിവരമറിഞ്ഞ് ഗോവിന്ദാപുരത്ത് നടക്കമെത്തിയ നിരവധി കുടുംബാംഗങ്ങളുണ്ട്. അവരുടെ ഒന്നും കണ്ണീർ നമുക്ക് സഹിക്കാവുന്നതല്ല. അതിനപ്പുറത്തേക്കാണ്. കാര്യം ഇന്ന് തൃപ്രയാർ ഏകാദശി നടക്കുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്വാഭാവികമായും മേഖലയിൽ തൃപ്രയാറിൽ വലിയ തിരക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ട്രാക്കിൽ വലത് ട്രാക്കിലാണ് ഇവർ കിടക്കാറുള്ളത്. ഏകാദശി ആയതുകൊണ്ടും സ്വാഭാവികമായും വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ വരാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്ത് ഇവർ ഇടത്തെ ട്രാക്കിലേക്ക്, അതായത് ഇന്നലെ രാത്രി സുരക്ഷിതമായി ഉറങ്ങുന്നതിന് വേണ്ടിയാണ് ഇടത്തെ ട്രാക്കിലേക്ക് ഇവർ മാറിക്കിടന്നത്. പക്ഷേ ആ ഇടത്തെ ട്രാക്കിൽ ഇവർ കിടന്ന് ഉറങ്ങിയതിനിടയിലാണ് ഈ ലോറി അങ്ങോട്ടേക്ക് എത്തി സുരക്ഷിതമെന്ന് കരുതി ഉറങ്ങുന്ന ഉറക്കത്തിനിടയിലാണ് അവരുടെ ജീവൻ തന്നെ അപഹരിക്കപ്പെടുന്ന രൂപത്തിലേക്ക് ഒരു ലോറിയും 2 ഡ്രൈവറും ക്ലീനറും അടക്കം മാറുന്ന ഒരു കാഴ്ച ഉണ്ടായത്. വലിയ സങ്കടത്തോടു കൂടി, അതായത് ഇവർ പറയുന്നത് അവിടെ നിന്ന് നാട്ടിൽ നിന്നടക്കം ഈ വാർത്ത അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിയ നിരവധി പേരുണ്ട്. അവർ പറയുന്ന 2 മാസമൊക്കെ കൂടുമ്പോൾ അവർ നാട്ടികയിലെത്തും, എറണാകുളത്തെത്തും, ആലുവയിലെത്തും. അവിടെയെല്ലാം എത്തി പല ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. 5 ദിവസത്തെ കൂടി, അതായത് സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് ഒക്കെയാണ് ഇവരുടെ പ്രധാന തൊഴിൽ. കഴിഞ്ഞ ദിവസം ഈ സംഘം ഇവിടെ നിന്ന് തിരിക്കാനിരുന്നതാണ്. കാര്യം ഇവിടെ എത്തി 2 മാസത്തോളം ആകുന്നു. അതുകൊണ്ട് തന്നെ ഈ തൊഴിൽ മതിയാക്കി ഇവിടെ നിന്ന് മടങ്ങാനിരുന്നതാണ്. അപ്പോൾ 5 ദിവസത്തേക്ക് കൂടി ഈ തൊഴിൽ ലഭിക്കുന്നു. അങ്ങനെ ഈ ചില ടാങ്കുകൾ ഉൾപ്പെടെ വൃത്തിയാക്കാനുള്ള ജോലി ഇവർക്ക് ലഭിക്കുന്നു. അങ്ങനെ 5 ദിവസം കൂടി തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ സംഘത്തിലെ കുറച്ചുപേർ ഈ നാട്ടികയിൽ തുടരാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ തുടരുന്നു. ഇതിൽ പലരും പറയുന്നത് അന്ന് ഞങ്ങളോടൊപ്പം ഒക്കെ മടങ്ങി വന്നിരുന്നുവെങ്കിൽ ഇവർക്ക് ജീവൻ നഷ്ടമാകില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ഇവർ വിഷമിച്ച് കരയുന്നതാണ് നമുക്ക് ഈ ദൃശ്യത്തിലുടനീളം കാണാനുള്ളത്. ഇവിടെ ആ ദൃശ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കരയുന്ന അമ്മ അവരുടെ സഹോദരിയുടെ മകളാണ്. സഹോദരിയുടെ മകളും അതുപോലെ തന്നെ ആ മകളുടെ കുട്ടിയുമാണ്, 1.25 വയസ്സുള്ള കുട്ടിയുമാണ് നഷ്ടമായിരിക്കുന്നത്. രാജേശ്വരി വിശ്വ എന്ന് പറയുന്ന 2 പേരെ നഷ്ടമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ അരുൺ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും തന്നെ നഷ്ടമായിരിക്കുന്നു. ഇപ്പോൾ ആ മൃതദേഹമൊക്കെ 4 വയസ്സുകാരന്റെ മൃതദേഹമാണെന്ന് കരുതുന്നു. 4 വയസ്സുകാരന്റെ മൃതദേഹമാണ്. 4 വയസ്സുകാരന്റെ മൃതദേഹമാണ് ഇപ്പോൾ ഈ ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുന്നത്. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലൂടെ, അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ചും ഇവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല സുരക്ഷിതമായി. അതായത് ഇന്നലെ ഇവർ പറയുന്നത് വാഹനങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ ഒതുങ്ങി ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ സുഖമായി ഉറങ്ങുന്നതിന് വേണ്ടിയാണ് തങ്ങൾ ഈ ഒരിക്കലും വാഹനം കടന്നു വരാത്തൊരു ട്രാക്കിൽ ഈ എല്ലാവരും പായ വിരിച്ച് അവിടെ കിടന്നുറങ്ങിയതെന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം ഇന്ന് ദൃക്സാക്ഷികൾ പോലും പറയുന്നുണ്ട് ഈ വാഹനം ഇവരുടെ ഇടയിലേക്ക് പാഞ്ഞു കയറുന്നു. ആ സമയത്ത് ചിലർ ഈ ലോറിയിൽ തട്ടി വിളിക്കുന്നുണ്ട്, ഡ്രൈവറെ തട്ടി വിളിക്കുന്നു. ആ സമയത്ത് ക്ലീനറാണ് വാഹനം ഓടിച്ചിരുന്ന അലക്സിനോട് ഇവർ പറയുന്നുണ്ട് വാഹനം നിർത്തൂ എന്ന് പറഞ്ഞ് അലക്സ് നിർത്തുന്നു. അപ്പോൾ ഇവർ ഓടിക്കൂടുന്നത് കണ്ട് ഈ വാഹനം വീണ്ടും പിന്നോട്ടെടുക്കുന്നു. അങ്ങനെ ഈ പിന്നോട്ടെടുക്കുന്നതിനിടയിലാണ് 2 പേരുടെ പോലും ജീവൻ നഷ്ടമായെന്ന് പറയുന്നത്. എന്തായാലും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ എല്ലാ മൃതദേഹങ്ങളും വിട്ടു നൽകും. ശരി, അതീവ ദുഃഖകരമായ സംഭവമാണ്. ദാരുണമെന്ന് പറയാം. സുരക്ഷിതമായി കിടന്നുറങ്ങിയ ഒരു രാത്രി, അത് ഈ പറയുന്ന 5 പേരുടെ അവസാന രാത്രിയായി മാറുന്നതാണ് നമ്മൾ ഇന്ന് രാവിലെ കണ്ടത്. 3:30 കൂടി അടുപ്പിച്ചാണ് ഈ അപകടം ഉണ്ടായിരുന്നത്. രാവിലെ മോർണിംഗ് വാക്കിൻ്റെ സമയത്ത് ആദ്യ വാർത്തയായിട്ട് പ്രേക്ഷകർക്ക് പങ്കുവച്ചതും ഈ ദുരന്ത വാർത്തയായിരുന്നു. എന്തായാലും ഇപ്പോൾ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നുണ്ട്. അവിടെ അവരുടെ മരിച്ചവരുടെയും ഒപ്പം തന്നെ ഈ അപകടത്തിൽ പരിക്കേറ്റവരുടെയൊക്കെ ബന്ധുക്കൾ എത്തിയിട്ടുമുണ്ട്. സൂരജ് സജിയാണ് ആശുപത്രിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട ഭാര്യ മഞ്ജുഷയുടെ ഹർജി. കെ നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണെന്ന സംശയം തള്ളിക്കളയാനാകില്ല എന്ന് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു. പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകളും അക്കമിട്ട് പറഞ്ഞാണ് മഞ്ജുഷ കോടതിയെ സമീപിച്ചത്.
എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഈ അന്വേഷണത്തിൽ സർക്കാർ നേരത്തെ വ്യക്തമാക്കിയ നിലപാട് അത് എഡിഎമ്മിന്റെ കുടുംബത്തിനൊപ്പമാണ് സർക്കാർ എന്ന് പറഞ്ഞിരുന്നു. ആ രീതിയിലുള്ള അന്വേഷണം കൃത്യമായി നടത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ആ സമയങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള പരാതികളൊന്നും കുടുംബത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. പിന്നെ എന്താണ്, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യവുമായി, അതായത് CBI അന്വേഷണം വേണമെന്ന ആവശ്യം പ്രത്യേകിച്ചും എഡിഎമ്മിന്റെ ഭാര്യ മഞ്ജുഷ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് എത്താനുള്ള കാരണം? അതൊന്ന്. മറ്റൊന്ന്, ഈ അന്വേഷണത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നവർ പറയുന്നുമുണ്ടല്ലോ. അപ്പോൾ അതിന് വിശദാംശങ്ങൾ എന്താണ്? പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന ഈ അന്വേഷണത്തിൽ അവർ തൃപ്തയല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായി അവർ പറയുന്നത് ഇവർ CPIM നേതാവാണ്, ഭരണം CPIM-നാണ്, ഭരണതലത്തിൽ വലിയ ബന്ധങ്ങളുള്ളയാളാണ്. അതിനാൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം ഏതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് ഗുണപ്പെടും എന്ന് വിശ്വസിക്കുക വയ്യ എന്നാണ് അവർ പറയുന്നത്. അവരുടെ സംശയങ്ങളാണ് ഇതെല്ലാം, അവരുടെ ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിനവർക്ക് അവകാശവുമുണ്ട്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഗുരുതരമായ കാര്യങ്ങളാണ്. അവർ പറയുന്നത് കൊലപാതകമാണോ ഇതെന്ന് സംശയമുണ്ട് എന്നുള്ളതാണ് ആ കുടുംബം ആരോപിക്കുന്നത്. നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കി കൊന്നതാണോ എന്ന സാധ്യത പരിശോധിച്ചില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ നേരത്തെ പ്രതിപക്ഷം ഉന്നയിച്ച കാര്യം അതിപ്പോൾ ഹർജി മുഖേന കോടതിയുടെ മുന്നിലെത്തി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അതായത് നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കി കൊന്നതാണോ എന്ന കാര്യം നേരത്തെ അന്വേഷണ സംഘം പരിശോധിച്ചില്ല എന്ന ആക്ഷേപം അവർ ഉന്നയിക്കുന്നു. യാത്രയപ്പ് ചടങ്ങിന് ശേഷം ചിലർ നവീൻ ബാബുവിനെ കണ്ടു, മരണത്തിലേക്ക് നയിച്ച വസ്തുതകൾ പുറത്തു കൊണ്ടുവരാനായില്ലെന്നും കുടുംബം പറയുന്നു. കുടുംബം എത്തുന്നതിന് മുൻപ് പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. ബന്ധുക്കളുടെ സാന്നിധ്യം അനിവാര്യമായിരുന്നു അവിടെ, പക്ഷേ അതുണ്ടായില്ല എന്നുകൂടി ആ കുടുംബം പറയുന്നു. കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കും എന്ന് തങ്ങൾക്ക് പ്രതീക്ഷയില്ല എന്നവർ ചൂണ്ടിക്കാട്ടുന്നു. നീതി ലഭിക്കാൻ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമാണെന്നും അവർ പറയുന്നു. പോലീസ് ഈ തെളിവുകൾ, നിർണായക തെളിവുകൾ കുഴിച്ചുമൂടിയെന്നും കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കാൻ പ്രതിക്കെല്ലാ ഒത്താശയും നൽകിയെന്നും അവർ പറയുകയാണ്. അതിനാലാണ് ഹൈക്കോടതിയെ സമീപിച്ച് CBI അന്വേഷണം ആവശ്യപ്പെടുന്നത് എന്നും അവർ വ്യക്തമാക്കുന്നു. ഇനി സർക്കാർ എന്ത് നിലപാട് ഇതിൽ സ്വീകരിക്കും എന്നറിയണം. മുഖ്യമന്ത്രിയുടെ ചുമതല വഹിക്കുന്ന ആഭ്യന്തര വകുപ്പിനെതിരെയാണ് ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ എല്ലാം ഉയർന്നിട്ടുള്ളത്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ രീതിയിൽ ഒരു പുതിയ ആവശ്യം ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഏത് ഘട്ടത്തിലാണ് ഇങ്ങനെ സർക്കാരിനെതിരെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെതിരെ, പോലീസിനെതിരെ ഇങ്ങനെ ഒരു സാഹചര്യം, ഇങ്ങനെ ഒരു തീരുമാനം ആ കുടുംബം എടുത്തത്? അതൊക്കെ ഇപ്പോൾ ഏതാണ്ട് വ്യക്തമായി വരുന്നുണ്ട്. കാരണം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൽ അവർ തൃപ്തയല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ CBI വരുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. സർക്കാർ നിലപാടാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി പാലക്കാട്ടേക്ക് ഇപ്പോൾ അവിടെ BJP-യിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. അപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ അന്വേഷണം വേണമെന്ന് BJP നേതൃയോഗത്തിൽ ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ നടപടി ഉറപ്പാക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പ്രകടനം സംബന്ധിച്ച റിപ്പോർട്ട് ലഭിക്കട്ടെ എന്നായിരുന്നു സംസ്ഥാന പ്രസിഡന്റായ K. സുരേന്ദ്രന്റെ മറുപടി. എസ് ശ്രീകാന്ത് തുടരുന്നുണ്ട് ഇതിന്റെ കൂടി വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകളിൽ ഒന്ന് എന്ന് പറയുന്നത് തന്നെയാണ് BJP നേതൃയോഗം. നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് തോൽവി അത് തന്നെയാണ് മുഖ്യ അജണ്ടയായിട്ട് ഇന്ന് ആ യോഗത്തിൽ ചർച്ചയായതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ K. സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ച വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി എന്നത്. ഈ യോഗത്തിൽ അത് ചർച്ചയാകുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഇപ്പോൾ അവസാനം വരുന്ന വിവരങ്ങളെല്ലാം ഈ പാലക്കാട്ടെ നേതൃത്വം അത് അവർക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ രീതിയിലാണോ? അപ്പോൾ എന്താണ് തുടർ നീക്കങ്ങൾ, നടപടി ആർക്കെതിരെയായിരിക്കും ഉണ്ടാവുക എടുക്കുകയാണെങ്കിൽ? ഇന്ന് കിട്ടുന്ന വിവരമനുസരിച്ച് കൃത്യമായ ഒരു ചർച്ച ഇതിന്മേൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. അതായത് ഇന്ന് ആകെ നടന്ന കാര്യം ഇങ്ങനെയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഭാരവാഹികൾ അന്വേഷണം ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച ആളുകൾക്ക് തങ്ങളുടെ അനുഭവം തുറന്നു പറയാൻ ഒരു വേദി എന്ന നിലയിൽ കുറച്ചു സമയം അവിടെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഇവർ പലരും എഴുന്നേറ്റ് നിന്ന് ആവശ്യപ്പെട്ടത്, ഭാരവാഹികൾ ആവശ്യപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കൃത്യമായ അന്വേഷണം നടക്കണം എന്നുള്ളത് തന്നെയാണ്. കൊച്ചിയിൽ ഈ ആവശ്യം ഉന്നയിച്ചിട്ട് അവർ എല്ലാവരും പറഞ്ഞത് കുറ്റക്കാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ നടപടി അവർക്കെതിരെ വേണം എന്ന ആവശ്യവും ഉന്നയിക്കുകയുണ്ടായി. ഈ പരസ്യ പ്രസ്താവനയിൽ അതൃപ്തി, പാർട്ടിക്ക് പേരുദോഷം വരുന്നു എന്നുള്ള കാര്യവും ഇതിൽ ചൂണ്ടിക്കാട്ടപ്പെടുകയും ചെയ്തു. തുടർന്ന് K. സുരേന്ദ്രനാണ് സംസാരിച്ചത്. അദ്ദേഹം തിടുക്കപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് തൽക്കാലം പോകുന്നില്ല എന്നറിയിച്ചു. തൽക്കാലം ബൂത്ത് തലത്തിൽ നിന്നുള്ള റിപ്പോർട്ട് വരട്ടെ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പിന്നീടാകാം ഈ വിഷയത്തിൽ ആഴത്തിലുള്ള അന്വേഷണവും നടപടികളും എന്നാണ് K. സുരേന്ദ്രൻ മറുപടി നൽകിയത്. പാലക്കാട് ജില്ലാ കമ്മിറ്റി റിപ്പോർട്ട് ഉടൻ നൽകും. ആ റിപ്പോർട്ട് സമർപ്പിച്ച് അത് പരിശോധിച്ച ശേഷമായിരിക്കും
ഇതിൽ ഒരു ആഴത്തിലുള്ള അന്വേഷണവും നടപടിയും ഉണ്ടാകാൻ പോകുന്നത്. അടുത്ത മാസം 7, 8 തീയതികളിൽ ഭാരവാഹി യോഗം ചേരുന്നുണ്ട്. അത് കേന്ദ്രത്തിൽ നിന്നുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പങ്കെടുക്കുന്ന യോഗമാണ്. ആ യോഗത്തിൽ ഈ റിപ്പോർട്ട് വയ്ക്കും. ആ റിപ്പോർട്ട് വച്ച ശേഷം സ്വാഭാവികമായും ഇക്കാര്യത്തിൽ കുറ്റക്കാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കാര്യമായ അന്വേഷണം ഉണ്ടാകും, നടപടിയും ഉണ്ടാകും. ശരി, എസ് ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്തകൾ. രാഷ്ട്രീയ വാർത്തകളായി ഇന്ന് പ്രധാനപ്പെട്ട സംഭവം അല്ലെങ്കിൽ ഒരു അപകടം, അതിൻ്റെ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. പിന്നെ ADM-ന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുടുംബത്തിന് നീക്കം, ഇതെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് വരാം. പ്രേക്ഷകർക്ക് ഒരുപാട് നേരമായി ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഈ പാട്ടിനെ കുറിച്ച് ഒരുപാട് പേര് പറഞ്ഞു നൊസ്റ്റാൾജിക് സോങ് ആണ്, കാരണം ഇതൊരു കാലഘട്ടത്തിന്റെ ഹിറ്റ് പാട്ടുകളിൽ ഒന്നാണ്. പലരും പറയുന്നത് മറന്നുപോയ പാട്ടാണ്, വീണ്ടും ഓർപ്പിച്ചതിന് നന്ദി എന്നൊക്കെ ഒരുപാട് പ്രേക്ഷകർ പറയുന്നുണ്ട്. രമേശ് തലപ്പള്ളി, രണ്ടുപേരെയും ഇഷ്ടമാണ്, മനോഹരമായി പാടി. രമേശ് തലപ്പള്ളി, ഗുരുവായൂർ, നവറ്റ്, അജ്മാൻ UAE, കൺഗ്രാറ്റുലേഷൻ ബോത്ത് ഓഫ് യു എന്ന് വിൻസ്റ്റൺ പറയുന്നുണ്ട്. പാട്ട് സൂപ്പർ, സമ്മതിച്ചു. രവീന്ദ്രൻ പറഞ്ഞു സ്വന്തമായി പാടിയതാണോ എന്ന് തന്നെ ചോദിക്കുന്നുണ്ട് ചിലർ. പിന്നെ നിങ്ങളുടെ ഒരു പാട്ട് കേട്ടാൽ എനിക്കത് മതി എന്ന് അജിത്ത് പറയുന്നു. പിന്നെന്താണ്, നമ്മുടെ അപകട വാർത്ത കണ്ടിട്ട് അതിലും ഒരുപാട് പേര് സങ്കടപ്പെടുന്നുണ്ട്. വല്ലാത്ത സങ്കടം, അടക്കാനാവുന്നില്ല. കേരളത്തിൽ മദ്യം മയക്കുമരുന്ന് മുക്തമാക്കാൻ എന്താ സർക്കാർ തയ്യാറാത്തതെന്നൊരു ചോദ്യം ഹാഷിം KKV അനുബന്ധമായി ചോദിക്കുന്നുമുണ്ട്. ബീന ജെ പറഞ്ഞു രാവിലെ 6 മുതൽ കണ്ട കേട്ട ന്യൂസ് ഇതിൽ ചേർക്കണ്ട, പുതിയതായി വല്ലതും വെറൈറ്റി പ്രോഗ്രാംസ് വേണം എന്ന് പറയുന്നു. രവികുമാർ PB പ്രവിധയോട് ഒരു കാര്യം പറഞ്ഞു. പ്രവിധ, രാഷ്ട്രീയ ചർച്ചകൾക്കിടയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചു കയറുന്നത് പ്രവിധ അറിയുന്നില്ല. പരിഹാരം ഉണ്ടാക്കണം പ്രവിധ. ഉടൻ തന്നെ പരിഹാരം ഉണ്ടാക്കാം കേട്ടോ. എങ്ങനെ? അല്ല, പരിഹാരം ഉണ്ടാക്കാം, നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. ജെറിൻ പറയുന്നു ഹായ് പ്രജൻ പ്രവിധ. അപ്പം വാച്ചിങ് ഫ്രം ന്യൂസിലാൻഡിൽ നിന്ന് ഷിയാസ് പറയുന്നുണ്ട് വിത്ത് ഹനീഫ, മുംതാസ് ആൻഡ് ഫർഹാൻ. ഇവിടെ നൈറ്റ് ആണ്, 11:35 PM. ഒരുപാട് സന്തോഷം. പാട്ട് ഫുൾ പാടാമായിരുന്നു എന്ന് അബ്ദുൽ ഷുക്കൂർ അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുടെ. നിങ്ങൾ എൻ്റെ പാട്ട് പഠിക്കുന്നുണ്ടോ എന്ന് ജോസ്ഫിൻ ജോസഫ് ചോദിക്കുന്നു. പാട്ട് പഠിക്കാനുള്ള സമയം ഇപ്പം എന്തായാലും നമുക്കില്ല. അതെ അതെ. അപ്പോൾ അങ്ങനെ കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ തുടരുക. അതൊക്കെ നമ്മൾ വായിക്കാം, അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ഒരു ചെറിയ ഇടവേള നമ്മൾ എടുക്കുന്നു, അത് കഴിഞ്ഞ് മറ്റ് വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കുമാണ്. നേരത്തെ ചോദിക്കുന്നുണ്ട് പലരും, ഇതല്ലാത്ത വാർത്തകളുണ്ടോ, വെറൈറ്റി വാർത്തകളുണ്ടോ? വെറൈറ്റി വാർത്തകളുണ്ട്. ഇനി ഒരു രാഷ്ട്രീയ വാർത്തയിലേക്ക് വളരെ പെട്ടെന്ന് പോയാൽ, വയനാട്ടിലെ BJP-യിൽ കൊഴിഞ്ഞുപോക്ക്. മുൻ ജില്ലാ അധ്യക്ഷൻ പാർട്ടി വിട്ടു. KP മധുവാണ് പാർട്ടി വിട്ടത്. ജില്ലാ സംസ്ഥാന നേതൃത്വത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ഈ നടപടി എന്നാണ് മിഥിലാബാലൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അതെ, കാട്ടാന ആക്രമണത്തിൽ പുൽപ്പള്ളി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണത്തിലാണ് ബാബുവിന് നടപടി ഉണ്ടായത്. ലോഹ ഇട്ടവരാണ് അക്രമ സമരത്തിന് പിന്നിലെന്ന് നേരത്തെ ആരോപിച്ചിരുന്നു. എന്തായാലും ഈ KP മധു നേരത്തെ BJP-യുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു 2 വർഷം. അതെ, 2.5 വർഷം ഉണ്ടായിരുന്ന BJP-യുടെ ഒരു നേതാവായിരുന്നു. അപ്പോൾ അടുത്തൊരു റിപ്പോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ നമ്മളെ ഈ മേഘങ്ങൾ നോക്കി നിൽക്കാൻ ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് നോക്കാൻ പറ്റുന്ന സമയത്താണെങ്കിൽ. അതായത് അപ്പോൾ മേഘങ്ങൾക്ക് പല ആകൃതികൾ നമ്മളിങ്ങനെ കൽപ്പിച്ചു കൊടുക്കാറുണ്ട്. നമ്മുടെ മനസ്സിൽ തോന്നും അതൊരു എന്താണ്, ഒരു മോഹൻലാലിനെ പോലെയുണ്ട്, അല്ലെങ്കിൽ മമ്മൂട്ടിയെ പോലെയുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രൂപമായിട്ട് സാദൃശ്യപ്പെടുത്താറുണ്ട്. അല്ലെങ്കിൽ ഒരു വസ്തു പോലെ ഉണ്ടെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും. അപ്പം വെള്ളത്തിൽ അങ്ങനെ തോന്നാറുണ്ടോ? വെള്ളത്തിൽ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. ആണോ? റിഫ്ലക്ഷൻ അല്ല പറയുന്നത്. അല്ല, വെള്ളത്തിൽ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? അല്ല, പായലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തോന്നും. അപ്പൊ അങ്ങനെ ഒരു വെറൈറ്റി റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നദികളിലെ ഓളങ്ങളിലും നിഴലുകളിലും വിരിയുന്ന ക്യാമറ ചിത്രങ്ങളിൽ മനുഷ്യരൂപം കണ്ടെത്തിയാൽ എങ്ങനെ ഉണ്ടാകും എന്നതാണ് നമ്മുടെ ചോദ്യം. തൃശൂർ സ്വദേശി രഞ്ജിത്ത് മാധവന്റെ ക്ലിക്കുകൾ ആ രൂപത്തിലായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്ത് രഞ്ജിത്ത് പകർത്തിയ ചിത്രങ്ങളുടെ പ്രദർശനം ബംഗളൂരുവിൽ തുടങ്ങി. പ്രകൃതി ഒരു മികച്ച കലാകാരിയാണെന്ന തിരിച്ചറിവുമായി യാത്ര ചെയ്യുകയാണ് തൃശൂർ സ്വദേശിയായ രഞ്ജിത്ത് മാധവൻ. നദികളിൽ നിന്ന് രഞ്ജിത്ത് പകർത്തുന്ന ചിത്രങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഓളങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചിരിക്കുന്ന മനുഷ്യമുഖങ്ങളെ ഒപ്പിയെടുക്കുന്നതാണ് രഞ്ജിത്തിന്റെ ഫോട്ടോകളുടെ പ്രത്യേകത. ഞാനിത് ഒരു പകൽ മുഴുവൻ കാത്തിരുന്നിട്ട് ആണ് ഈ ചിത്രം എടുത്തത്. അലഹബാദിലെ പ്രയാഗ്രാജ് സംഘം, ത്രിവേണി സംഗമത്തിൽ നിന്നാണ്. അതിൽ യമുനാ നദിക്ക് കുറുകെ ശാസ്ത്രി ബ്രിഡ്ജ്, ആ പാലത്തിൻ്റെ തൂണുകളിൽ വരച്ചിട്ട ദൈവരൂപങ്ങളുണ്ടായിരുന്നു. ആ രൂപങ്ങളുടെ നിഴല് ഗംഗ നദിയിൽ നിഴലിച്ചപ്പോൾ അതിലെ വെള്ളത്തിലെ ഇളക്കങ്ങളിൽ നിന്നാണ് ഇങ്ങനെ ഒരു രൂപം കിട്ടിയത്.
രാജ്യത്തെ പ്രധാനപ്പെട്ട 20 നദികൾ, ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞ അനേകം കാഴ്ചകൾ. നദികളുടെ ഓളങ്ങളിൽ നിന്ന് രഞ്ജിത്ത് ഒപ്പിയെടുത്തത് മനുഷ്യഭാവങ്ങളുടെ സമന്വയമാണ്. ഞാൻ എൻ്റെ മനസ്സിൽ ഒരു മനുഷ്യരൂപം കിട്ടുന്നത് വരെ ഇത് ചിത്രങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒടുവിൽ ഞാൻ എൻ്റെ ക്യാമറയിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരു മനുഷ്യരൂപം തോന്നുന്ന തരത്തിൽ ഒരു ചിത്രം കിട്ടുമ്പോൾ മാത്രമാണ് ഞാൻ ആ നദിയിലേക്കുള്ള യാത്ര അവിടെ അവസാനിക്കുന്നത്. 24 ബംഗളൂരു. അപ്പോൾ എന്തായാലും രഞ്ജിത്തിൻ്റെ ആ ചിത്രങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. കാരണം ഈ രീതിയിലും ഒക്കെ വ്യത്യസ്തമായ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ചുറ്റും എന്ന് പറയുമ്പോൾ അതിന് സന്തോഷം മറ്റൊന്നാണ്. യെസ്, അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്താ തലക്കെട്ടുകൾ. അല്പസമയം മുൻപ് വന്ന ഒരു കൊലപാതക വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ബംഗളൂരുവിൽ സർവീസ് അപ്പാർട്ട്മെന്റിൽ യുവതിയെ അതിക്രൂരമായി കൊലപ്പെടുത്തി. അസം സ്വദേശി മായ ഗൊഗോയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മലയാളിയായ യുവാവിനായി തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന്. അരുൺ, എങ്ങനെ ഈ കൊലപാതകം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്? ഇപ്പോൾ മലയാളിയായ യുവാവിനായാണ് തിരച്ചിൽ നടത്തുന്നത്. ഇവരുമായി ഇയാൾക്കുള്ള ബന്ധം എന്താണ് എന്നൊക്കെ പോലീസ് പറയുന്നുണ്ടോ? പ്രവിധ, ബംഗളൂരു ഇന്ദിരാനഗറിലെ റോയൽ ലിവിങ്സ് എന്ന അപ്പാർട്ട്മെന്റിലാണ് യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അസം സ്വദേശിയായിട്ടുള്ള മായ ഗൊഗോയ് എന്ന യുവതിയാണ് ഇവിടെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന യുവതി ക്രൂരമായി കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതിലിപ്പോൾ ഈ കൊലപാതകത്തിന് പിന്നിൽ ഒരു മലയാളിയാണ് എന്ന സംശയമാണ് പോലീസിനുള്ളത്. അതിനടിസ്ഥാനമായ ചില തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒരു കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ആരവ് എന്ന യുവാവിന് വേണ്ടിയാണ് പോലീസ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. ഈ ആരവ് ഈ കൊല്ലപ്പെട്ട യുവതിയുമായി പ്രണയത്തിലായിരുന്നു, അവർ തമ്മിൽ അത്തരത്തിൽ ബന്ധമുണ്ടായിരുന്നു എന്ന കാര്യം പോലീസ് പറയുന്നുണ്ട്. ഇവർ 23-ാം തീയതി ഈ അപ്പാർട്ട്മെന്റിൽ മുറിയെടുത്തതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുമുണ്ട്. ഇന്നലെയാണ് ഈ ആരവ് അവിടുന്ന് ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് രക്ഷപ്പെട്ട് കടന്നു കളഞ്ഞത് എന്നതാണ് പോലീസ് നിലവിലെപ്പോൾ എന്തായാലും കണ്ടെത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് ജീവനക്കാർ ഇത്തരത്തിൽ യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി, അതോടൊപ്പം തന്നെ ആ കഴുത്തിൽ ആഴത്തിലുള്ള കത്തി ഉപയോഗിച്ച് കുത്തിയ മുറിവും ഉണ്ട്. എന്താണ് ഈ കൊലപാതകത്തിന് കാരണം, അതിന് പശ്ചാത്തലം എന്താണ്, അല്ലെങ്കിൽ കാരണം എന്താണെന്ന് സംബന്ധിച്ച വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടില്ല. എന്തായാലും കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഒരു ആരവ് എന്ന യുവാവിന് വേണ്ടിയാണ്, ആ യുവതിയുടെ സുഹൃത്തായിട്ടുള്ള യുവാവിന് വേണ്ടിയാണ് നിലവിൽ ഇപ്പോൾ കർണാടക പോലീസ് ഇപ്പോൾ ഊർജിതമായ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലേക്ക് ഉൾപ്പെടെ യുവാവ് കടന്നിട്ടുണ്ടാകാമെന്ന സംശയം പോലീസിനുണ്ട്. ആ രീതിയിലുള്ള അന്വേഷണവും നിലവിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്നും. ഇനി നമുക്ക് നമ്മുടെ സെഗ്മെന്റ്സിലേക്ക് കടക്കാം. എന്തായാലും പ്രേക്ഷകർക്ക് നമ്മുടെ എന്താണ് പറയുക, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സെഗ്മെന്റാണ് അടുത്തത്. അപ്പോൾ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ എങ്ങനെ നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റും, ഉപയോഗപ്പെടുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്താണ് കഴിഞ്ഞ ദിവസം വന്നു, എന്താണ് പാൻ 2.0 അതിന് അംഗീകാരം നൽകുന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. എന്താണ് ഈ പദ്ധതി എന്ന് നമുക്കറിയണം. നിലവിലെ പാൻ കാർഡും നമ്പറും ഉപയോഗിക്കാനാകുമോ, ഇതൊക്കെ അറിയണ്ടേ? അപ്പം ക്രിസ്റ്റീന ചെറിയാൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കാണാം ഇനി അല്പം സാമ്പത്തികം. നമുക്കൊക്കെ പാൻ കാർഡ് ഉള്ളവരാണ്. പലരുടെയും പാൻ കാർഡ് പഴകി ഫോട്ടോയൊക്കെ മങ്ങിത്തുടങ്ങി. എൻ്റെയൊക്കെ പാൻ കാർഡ് കണ്ടാൽ തന്നെ കരച്ചിൽ വരുന്ന അവസ്ഥയിലാണ്. എവിടെയെങ്കിലും പ്രൂഫായി കാണിക്കാൻ പാൻ കാർഡ് എടുക്കുമ്പോൾ തോന്നുന്ന ആ സങ്കടമുണ്ടല്ലോ, ഇനി അത് വേണ്ട. മൊത്തത്തിൽ ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ പാൻ കാർഡും അല്പം മോഡേൺ ആൻഡ് സ്റ്റൈലിഷ് ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. പാൻ 2.0 പദ്ധതിക്ക് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക കാര്യ ക്യാബിനറ്റ് അനുമതി നൽകി കഴിഞ്ഞു. അങ്ങനെ QR കോഡൊക്കെയായി പക്ക ന്യൂജനാവുകയാണ് പാൻ കാർഡും. ഇപ്പോൾ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ വരുന്നില്ലേ? അതിനൊക്കെ ഉത്തരം വേണ്ടേ? എന്താ ഈ പാൻ 2.0? പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാനിനെ നവീകരിച്ച് നികുതിദായകർക്ക് ഡിജിറ്റൽ അനുഭവം പ്രദാനം ചെയ്യുന്നതാണ് പാൻ 2.0. നികുതിദായകരുടെ രജിസ്ട്രേഷനും വെരിഫിക്കേഷനും കോർ, നോൺ കോർ, പാൻ, ടാൻ സേവനങ്ങൾ മൊത്തത്തിൽ കടലാസ്രഹിതമാക്കുന്നതിനുള്ള പദ്ധതിയാണ് പാൻ 2.0. പരിസ്ഥിതി സൗഹൃദ, അതിവേഗ, ലളിത ഉപയോഗം ഉറപ്പുവരുത്തുന്ന QR കോഡ് എല്ലാവർക്കും ഉടൻ ലഭ്യമായി തുടങ്ങും. അങ്ങനെ വരുമ്പോൾ
പാൻ ടാൻ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ നികുതിദായകർക്കാകും. പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞത് എന്താണെന്നറിയുമോ? പാൻ കാർഡ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. അത് മധ്യവർഗത്തിനും ചെറുകിട ബിസിനസ്സുകാർക്കും ഒരുപോലെ പ്രധാനമാണ്. അത് അപ്ഗ്രേഡ് ചെയ്ത് പാൻ 2.0ക്ക് അംഗീകാരം നൽകി കഴിഞ്ഞു. നിലവിലെ സംവിധാനം നവീകരിക്കപ്പെടുകയും രാജ്യത്തിന്റെ ഡിജിറ്റൽ സംവിധാനം കൂടുതൽ പുതുമയുള്ളതാവുകയും ചെയ്യും. സൈബർ തട്ടിപ്പിന്റെ വാർത്തകളുടെ പ്രളയമാണ്. അപ്പോൾ പുത്തൻ പാൻ സുരക്ഷിതമാണോ? പാൻ അധിഷ്ഠിത സേവനങ്ങൾക്കായി മെച്ചപ്പെട്ട സൈബർ സുരക്ഷയുള്ള, ഉപയോഗിക്കുന്നയാളുടെ വിവരങ്ങൾ ചോരാത്ത കേന്ദ്രീകൃത പോർട്ടലാണുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. എന്തൊക്കെയാണ് പാൻ 2.0യുടെ സവിശേഷതകൾ? നൂതന സാങ്കേതിക വിദ്യയിലേക്ക് അപ്ഗ്രേഡിംഗ്. QR കോഡുള്ള കാർഡുകൾ അതിവേഗ ഡേറ്റ ആക്സസും സ്ഥിരീകരണവും നൽകുന്നുണ്ട്. ഏകീകൃത പോർട്ടലിലൂടെ ഉപയോക്താക്കൾക്ക് അക്കൗണ്ട് വിവരങ്ങൾ അതിവേഗം ലളിതമായി ലഭ്യമാകും. മികച്ച സുരക്ഷ. കടലാസ് രഹിത സംവിധാനമായതിനാൽ പരിസ്ഥിതി സൗഹൃദം. പ്രവർത്തന ചെലവ് കുറവ്. കാര്യമൊക്കെ ശരി, നമുക്കെന്താ നേട്ടം? അതിവേഗ സേവനം ലഭ്യമാകും. കൃത്യമായതും പിശകില്ലാത്തതുമായ വിവരങ്ങളാണ്. നിലവിലെ പാൻ കാർഡ് ഉടമകൾക്ക് അപ്ഗ്രേഡ് തികച്ചും സൗജന്യമാണ്. പരാതി പരിഹാരത്തിന് ഊന്നലുള്ളതാണ്. നിലവിലെ പാൻ കാർഡിന് സാധുതയുണ്ടോ എന്നൊരു ചോദ്യം കൂടിയില്ലേ? നിലവിലെ പാൻ കാർഡുകൾ വാലിഡ് അഥവാ സാധുവാണ്. പുതിയ പാൻ കാർഡിന് അപേക്ഷിക്കേണ്ടതില്ല, അല്ലാതെ തന്നെ ലഭ്യമാകുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. 78 കോടി പാൻ കാർഡുകളാണ് നിലവിലുള്ളത്. 98% പേരുടെ കയ്യിലും പാൻ കാർഡുണ്ട്. ഇതെന്നാണ് നടപ്പാകുന്നത്? നടപ്പാകുന്ന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോ ഇനി സ്റ്റൈലിഷ് പാൻ കാർഡുമായി പാക്കലാം. അപ്പോൾ അതാണ് പുതിയ പാൻ കാർഡിന്റെ വിശേഷങ്ങൾ. അത് കൃത്യമായി പ്രേക്ഷകർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത വാർത്തയിലേക്ക് പോകാം. നമ്മുടെ ഒരു ക്യാമ്പയിനിലേക്കാണ്, 24ന്റെ ക്യാമ്പയിനിലേക്കാണ്. ചുരം ഇറങ്ങാതെ ചികിത്സ വേണം. അസൗകര്യങ്ങളുടെ നടുവിലാണ് വയനാട് മെഡിക്കൽ കോളേജ്. അതിനിടെയാണ് നിലവിലുള്ള സൗകര്യങ്ങൾ പോലും ഉപയോഗപ്പെടുത്തുന്നതിൽ ആരോഗ്യവകുപ്പിന്റെ അലംഭാവമുള്ളത്. കുട്ടികളുടെ തീവ്രപരിചരണ വിഭാഗം അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് 3 ആഴ്ചയിലധികമായി. അടിയന്തര ചികിത്സ ആവശ്യമുള്ള കുട്ടികളാണ് ഇതുമൂലം കഷ്ടപ്പെടുന്നത്. ആദിവാസി മേഖലകളിൽ നിന്നുൾപ്പെടെയുള്ള കുട്ടികൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രി. മഞ്ഞപ്പിത്തം, പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യം. ഈ സമയത്താണ് കുട്ടികൾക്കുള്ള ICU ഇങ്ങനെ അടഞ്ഞുകിടക്കുന്നത്. ശീതീകരണ സംവിധാനത്തിലെ തകരാറാണ് ഇത് അടച്ചിടാൻ കാരണമെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത്. കൃത്യമായി ചികിത്സ ലഭിക്കുന്നില്ല എന്നതു മാത്രമല്ല, വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് കുടുംബങ്ങൾ ഇതുമൂലം നേരിടുന്നത്. ICU അടച്ചിട്ടതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുയരുന്നുണ്ട്. ഏകദേശം 1 മാസത്തോളമായി അടച്ചിട്ടിട്ട് ബന്ധപ്പെട്ട അധികാരികൾ അതിൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കി, അതിൻ്റെ തകരാറ് മനസ്സിലാക്കി അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനുള്ള സംവിധാനം ഇതിലുണ്ടാക്കിയില്ല. 10 കുട്ടികളെ ചികിത്സിക്കാനുള്ള സംവിധാനമാണ് ഈ ICUവിലുള്ളത്. അടിയന്തര ചികിത്സ ആവശ്യമായി ഇവിടെ എത്തുന്ന കുട്ടികളെ മറ്റ് ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പീഡിയാട്രിക് ICU അടച്ചിട്ടിട്ട് കഴിഞ്ഞ 30 ദിവസമായി. പാവപ്പെട്ട രോഗികൾ ആശ്രയിക്കുന്ന ഒരു സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിന്റെ അവസ്ഥയാണിത്. മറ്റ് ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്ന ഈ രോഗികളുടെ അവസ്ഥ കൂടി സർക്കാർ ഒന്ന് ആലോചിക്കണം. മനു ദാമോദരനൊപ്പം മിഥില ബാലൻ, 24 വയനാട്. പ്രിയങ്ക ഗാന്ധി MP ആയിട്ട് വരുന്ന സമയത്ത് വയനാട്ടിൽ ഏറ്റവും ആദ്യം പരിഗണിക്കുന്നത് ഈ മെഡിക്കൽ കോളേജ് ആണ് എന്ന് നേരത്തെ ഈ പ്രചാരണ രംഗത്തൊക്കെ സമയത്ത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണെന്ന് 24ഉം കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിലൊരു നടപടിയൊക്കെ പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്നാണ് നമ്മുടെ പ്രതീക്ഷ, അല്ലേ? നമ്മളങ്ങനെ ആഗ്രഹിക്കുന്നു. നമ്മുടെ കമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ വിജയൻ ചോദിക്കുന്നു, പ്രാപ്രകൾ വൈകിട്ടും വരാൻ തുടങ്ങിയോ? ശിവ ഞാൻ അറിഞ്ഞില്ല. അതെന്താണ് ചേട്ടാ അറിയാതിരുന്നത്? നമ്മൾ വരാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചധികമായി കേട്ടോ. ഇനിയും ഇങ്ങനെയുള്ള പാട്ടുകൾ പാടണമെന്ന് വിൻസ്റ്റൺ പീറ്റർ പറയുന്നുണ്ട്. കുഞ്ഞുമോൻ പറഞ്ഞു പൈങ്കിളി കമന്റുകൾ മാത്രമേ വായിക്കൂ. അതെന്താ കുഞ്ഞുമോനെ? ഒരിക്കലും വായിക്കുന്നുണ്ട്. സന്ദീപ് ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ഉള്ളിവില തീ പിടിക്കുന്നു. ഉള്ളിക്ക് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ അത് കുറഞ്ഞു വരണം, അല്ലേ? ബിനു ഒരു കാര്യം പറഞ്ഞു, 2 പേരും താഴേക്ക് നോക്കല്ലേ, ഒരാൾ ഓഡിയൻസിനെ നോക്കൂ. അപ്പൊ പ്രജന്റ് കമന്റ് വായിക്കുമ്പോൾ ഞാൻ ഓഡിയൻസിനെ നോക്കണം എന്നുള്ളതാണ്. ഞാൻ വായിക്കണ്ട, അങ്ങനെയാണോ? ഒരാൾ അറ്റ് എ ടൈം 2 പേരും താഴേക്ക് നോക്കരുതെന്നാണ് അഭിപ്രായപ്പെടുന്നത്.
യെസ്, അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. പരേദത്ത് വ്ളോഗ് 24 കാണുന്നത് തന്നെ വെറൈറ്റിക്ക് വേണ്ടിയാണ് ഫാറൂഖ് പറയുന്നു. കുരങ്ങ് കുട്ടികൾ എന്ന് വിൻസി പറഞ്ഞിട്ടുണ്ട്. നമ്മളെയാണോ? അല്ല, നമ്മുടെ ആയിരിക്കും അല്ലേ? നമ്മളെങ്ങനെ വിളിക്കുമോ? ഇല്ലായിരിക്കും അല്ലേ? ഇല്ലായിരിക്കും. ഓക്കെ, അപ്പോൾ കമന്റുകൾ തുടരുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഉണ്ട്. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ഗുഡ് ഈവനിംഗ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത തുടരുകയാണ്. അതാ ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്കാണ്. എരുമേലിയിൽ ശരംകുത്തൽ വഴിപാട് സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നതിൽ കോട്ടയം കളക്ടറോട് ഹൈക്കോടതി വിശദീകരണം തേടിയിരിക്കുന്നു. ദേവസ്വം ബോർഡ് നിശ്ചയിച്ച തുകയേക്കാൾ കൂടുതൽ തുക കളക്ടർ നിശ്ചയിച്ചു എന്നാണ് ആരോപണം. മനോജ് എസ് നായർ നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എത്രത്തോളം വ്യത്യാസമുണ്ട് ഈ വിലയിൽ? എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത്? ഈ എരുമേലിയിൽ ശരംകുത്തൽ വഴിപാട് സാധനങ്ങൾക്ക് ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡ് നിശ്ചയിച്ച തുകയാണ്. ആ തുകയേക്കാൾ അമിതമായി അമിത വില ഈടാക്കി എന്നുള്ളതാണ് ആരോപണം. കോട്ടയം ജില്ലാ കളക്ടറോട് ഹൈക്കോടതി ഇതിൽ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് നിശ്ചയിച്ച തുകയേക്കാൾ കൂടുതൽ തുക ജില്ലാ കളക്ടർ വ്യാപാരികളുടെ അഭ്യർത്ഥന പ്രകാരം നിശ്ചയിച്ച് നൽകി എന്നുള്ളതാണ് ആക്ഷേപമുയർന്നത്. അയ്യപ്പ ഭക്തനായ മനോജ് എസ് നായർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നിലവിൽ ഇപ്പോൾ ഈ നോട്ടീസ് അയച്ചിട്ടുള്ളത്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമുക്കൊരു പാചക മത്സരത്തിലേക്ക് പോയാലോ? പാചക മത്സരം ഒരു സ്പെഷ്യൽ റിപ്പോർട്ടാണ്. അതെ. അപ്പോൾ കൊച്ചിയിലെ കുറച്ച് കുട്ടി പാചക വിദഗ്ധരുടെ വിശേഷങ്ങളിലേക്കാണ് ഞങ്ങൾ ഇനി പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. നാടൻ ഇനങ്ങൾ മുതൽ കോണ്ടിനെന്റൽ വിഭവങ്ങൾ വരെ 3 മണിക്കൂറിനുള്ളിൽ തയ്യാറാക്കിയ കുറച്ച് വിദ്യാർത്ഥികളുണ്ട് കളമശ്ശേരി. പറഞ്ഞു വന്നത് കളമശ്ശേരി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പാചക മത്സരത്തിന്റെ വിശേഷങ്ങളെ പറ്റിയാണ്. ചില രസകരമായ കാഴ്ചകളുണ്ട് അവിടെ, കാണാം. മീൻ പൊള്ളിച്ചത്, കൊഴുവ ഫ്രൈ, മലബാർ ചിക്കൻ കറി, ബീഫ് റോസ്റ്റ്, വിവിധ തരം ജ്യൂസുകൾ, ചൈനീസ് ഡിഷുകൾ, അങ്ങനെ എല്ലാം തയ്യാർ. കളമശ്ശേരി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പാചക മത്സരത്തിലാണ് വിവിധ വിഭവങ്ങൾ ഒരുങ്ങിയത്. 3 മണിക്കൂറുകൾ കൊണ്ട് നാടൻ വിഭവങ്ങൾ മുതൽ ചൈനീസ് വിഭവങ്ങൾ വരെ തയ്യാറാക്കി പ്രദർശിപ്പിക്കണം. ഇതിൽ മത്സരിച്ച് വിജയിക്കുന്നവർ മികച്ച ഷെഫുമാരുടെ അടുത്തേക്ക്. മുഖ്യ ഷെഫ് ജോഷി വർഗീസാണ് ഈ കുട്ടി ഷെഫുകളുടെ വഴികാട്ടി. അവരോട് പറഞ്ഞേക്കണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെനു 3 കോഴ്സ് മെനു ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 3 കോഴ്സ് മെനു ആണ് കുട്ടികൾ നമ്മുടെ ചെയ്യുന്നത്. ഇത് പ്രൊഡക്ഷൻ പഠിക്കുന്ന കുട്ടികളും അതുപോലെ നമ്മുടെ കാനിങ് ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളും ആണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തേക്കണം. ഷെഫിലിനെ പോലെയൊക്കെ ഭാവിയിലെ വിദഗ്ധരാകും ഷുവർ 100% ഉറപ്പുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിവിധ വിഭാഗങ്ങളിലായി 50ഓളം വിദ്യാർത്ഥികളാണ് മേളയിൽ ഭാഗമായത്. പുതിയൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു കോമ്പറ്റീഷൻ ഇവിടെ ആദ്യമായിട്ടാണ് നടത്തുന്നത്. നല്ലൊരു പരിപാടിയാണ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു കോമ്പറ്റീഷൻ തന്നിരിക്കുന്നത്. പൊളി സെറ്റപ്പാണ്. ഞങ്ങളുടെ ഒരു ലൈഫിലത്തെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു കോമ്പറ്റീഷൻ. വെരി ഹാപ്പി. വിഭവങ്ങളെല്ലാം ഒന്നിനൊന്ന് മെച്ചമായതിനാൽ വിധികർത്താക്കളും ആകെ കൺഫ്യൂഷനിലായി. ജഡ്ജ്മെൻറ്റ് വളരെ ടൈറ്റ് കോമ്പറ്റീഷനാണ്. കുട്ടികളെല്ലാം നല്ല ടാലൻറ്റഡ് ആണ്. എല്ലാവരും തന്നെ നല്ല ആവറേജ് നിലവാരത്തിന് ഉയർന്ന നിലയിലുള്ള ഒരു പ്രസൻറ്റേഷനും ടേസ്റ്റ് വൈസ്, എക്സ്പീരിയൻസ് വൈസ്, ടെക്സ്ചർ എല്ലാം അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കേരള ടൂറിസം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കളമശ്ശേരിയിലേത്. രാജ്യത്തെ തന്നെ മികച്ച പാചക വിദഗ്ധരെ സമ്മാനിച്ച പാരമ്പര്യവുമുണ്ട് ഈ സ്ഥാപനത്തിന്. വിവിധ ഡിഷുകൾ ഒരുക്കി കഴിവ് കാട്ടുമ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൗകര്യം മെച്ചപ്പെടുത്താൻ സർക്കാർ കനിയണമെന്ന ആവശ്യവും ഇവർക്കുണ്ട്. കൊച്ചി. അടിപൊളിയല്ലേ? വൈഎസ് അഭിനന്ദാണ് പോയിരിക്കുന്നത്. ഡിഷുകളൊക്കെ കഴിച്ചാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതെ, എല്ലാ ഡിഷും വിലയിരുത്തിയിട്ടുണ്ടാവാനാണ് സാധ്യത. അതെ, ഇതിപ്പോ മെനു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ നാടൻ വിഭവങ്ങളുണ്ട്, കോണ്ടിനെന്റൽ വിഭവങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പലപ്പോഴും റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മെനു കാർഡ് ഇങ്ങനെ എടുത്തിട്ട് ഇതൊക്കെ നമ്മളിങ്ങനെ നോക്കും. എന്നിട്ട് ലാസ്റ്റ് മലയാളികളാണെങ്കിൽ ഓർഡർ ചെയ്യുന്നതെന്ന് അറിയോ? എന്താ?
പൊറോട്ടയും അത് ഒഴിച്ചു നിർത്തി മലയാളികൾക്ക് മറ്റൊരു എന്താണ് പറയുക വിഭവമില്ല. പൊറോട്ട ബീഫ്, പൊറോട്ട ചിക്കൻ, അങ്ങനെ പല ഐറ്റങ്ങളുണ്ട്. പൊറോട്ട സാമ്പാർ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ഉണ്ട് അങ്ങനെ പല കോമ്പിനേഷനിലുണ്ട്. അപ്പോൾ പൊറോട്ടയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പൊറോട്ട മേക്കറെ പരിചയപ്പെട്ടല്ലോ. തീർച്ചയായിട്ടും നല്ല അടിപൊളിയായിട്ട് പൊറോട്ട ഉണ്ടാക്കുന്ന ആളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇടുക്കിയിൽ നിന്നാണ് നമ്മുടെ ഈ റിപ്പോർട്ട് വരുന്നത്. നെടുങ്കണ്ടത്തെ ഒരു തട്ടുകടയിലെ അതിഥി തൊഴിലാളിയായ പൊറോട്ട മേക്കറെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നേപ്പാൾ സ്വദേശിയായ അക്കൽ ടൈല പേരുള്ള. അതെ, അപ്പോൾ മറ്റ് പൊറോട്ട മേക്കേഴ്സിൽ നിന്ന് എങ്ങനെയാണ് അക്കൽ ടൈല വ്യത്യസ്തനാകുന്നത് അറിയണ്ടേ? അത് ഫാഷൻ റാമ്പുകളിലെ മിന്നും താരമാണ് അക്കൽ ടൈല. ആഗ്രഹങ്ങൾ എത്ര ചെറുതോ വലുതോ എന്നതിലല്ല, അത് യാഥാർത്ഥ്യമാകുമ്പോഴാണ് ഏറ്റവും സന്തോഷം. നെടുങ്കണ്ടത്തെ തട്ടുകടയിൽ പൊറോട്ട വീശുമ്പോഴും അക്കൽ ടൈല മനസ്സിൽ കൊണ്ടു നടന്നത് മോഡലിംഗ് ആണ്. 7 വർഷങ്ങൾക്ക് മുൻപ് നെടുങ്കണ്ടത്തെത്തി. തുടക്കം ഹോട്ടൽ ജോലിക്കാരനായിരുന്നെങ്കിലും ഇതിനിടെ പൊറോട്ട അടിക്കാൻ പഠിച്ചു. ചേട്ടൻ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ അമ്മ അച്ഛനൊക്കെ നാട്ടിൽ പോയിട്ട് 2 വർഷമായി. അപ്പോൾ ഞാൻ വന്നിട്ട് മൊത്തം 6-7 കൊല്ലമായി. പിന്നെ മലയാളം നമുക്ക് വ്യത്യാസം നല്ലപോലെ അറിയോ. ഹോട്ടൽ ജോലിക്കിടയിലും തന്റെ മോഡലിംഗ് സ്വപ്നം വിട്ടുകളയാൻ ഈ ചെറുപ്പക്കാരൻ തയ്യാറായിരുന്നില്ല. 2 വർഷം മുമ്പ് അതിനുവേണ്ടിയുള്ള കഠിന പരിശ്രമം തുടങ്ങി. 2 വർഷം മുമ്പ് എനിക്ക് താല്പര്യമായിരുന്നു. കാണുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞിട്ട് പിന്നെ റാമ്പിലെ ഇറങ്ങിയിട്ട് പിന്നെ കുറേ ഷോ ചെയ്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ 2024 കേരള കോൺഫിഡന്റ് ഐക്കണാണ് എനിക്ക് കിട്ടിയത്. നിരവധി ഫാഷൻ ഷോകളിൽ ഇതിനകം പങ്കെടുത്തു കഴിഞ്ഞു. എറണാകുളത്ത് നടന്ന ഫാഷൻ സൂം മത്സരത്തിൽ കോൺഫിഡന്റ് ഐക്കണായും തെരഞ്ഞെടുക്കപ്പെട്ടു. പരസ്യചിത്രങ്ങളിലും മുഖം കാട്ടി. തുടക്കത്തിൽ അവസരങ്ങൾ ലഭിച്ചില്ലെങ്കിലും തളരാതെ തുടർച്ചയായി പരിശ്രമിച്ചതാണ് ഈ പൊറോട്ട മേക്കർക്ക് വിജയം നേടിക്കൊടുത്തത്. ജീവിക്കാൻ കേരളം നൽകിയ കരുത്ത് മോഡലിംഗിലെ തന്റെ സ്വപ്നങ്ങൾ നേടാനും ഒപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അക്കൽ ടൈല. 24 ഇടുക്കി. യെസ്, അപ്പോൾ ഗുഡ് ഈവനിങ്. അതിന്റെ അവസാന മിനിറ്റുകളിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു കായിക വാർത്ത പ്രേക്ഷകരുമായി പങ്കുവയ്ക്കണം. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിലെ 5ാം റൗണ്ട് പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ബാഴ്സലോണ, മാഞ്ചസ്റ്റർ സിറ്റി, ആഴ്സണൽ ടീമുകൾ കളത്തിലിറങ്ങും. ബയൺ മ്യൂണിക് PSG സൂപ്പർ പോരാട്ടവും രാത്രി 1:30 അപ്പോൾ മറക്കണ്ട. ഇന്ന് നല്ല അടിപൊളി പോരാണ് നടക്കാൻ പോകുന്നത് കളത്തിൽ. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഈ സീസണിൽ FC ബാഴ്സലോണയുടെ ഗോൾ വർഷമാണ്. 4 മത്സരത്തിനിടെ അടിച്ചുകൂട്ടിയത് 15 ഗോൾ. 5 വീതം ഗോളുമായി റാഫീനിയും റോബർട്ട് ലെവൻഡോവ്സ്കിയും ലീഗിലെ ഗോൾ വേട്ടക്കാരുടെ പട്ടികയിൽ മുൻനിരയിലുണ്ട്. ഫ്രഞ്ച് ക്ലബ്ബ് ബ്രസ്റ്റിനെതിരെയും കറ്റാലൻസിന്റെ ഗോൾ മഴ പ്രതീക്ഷിക്കാം. പരിക്കുമൂലം യുവതാരം ലെമിൻ യമാൽ കളിക്കില്ലെന്നത് മാത്രമാണ് മത്സരം കാണാനിരിക്കുന്നവർക്കുള്ള ഏക നിരാശ. അപ്രതീക്ഷിത തിരിച്ചടികളിലൂടെ കടന്നുപോകുന്ന മാഞ്ചസ്റ്റർ സിറ്റിയും ജയം മോഹിച്ച് കളത്തിലെത്തും. തുടർച്ചയായ 5 കളികളിൽ തോറ്റതിന്റെ ക്ഷീണം മാറ്റാൻ പെപ് ഗാർഡിയോളയുടെ ടീമിന് ഫെയ്നൂർദിനെതിരെ മികച്ച ജയം അനിവാര്യം. വമ്പന്മാർ മുഖാമുഖമെത്തുന്ന ബയേൺ മ്യൂണിക് PSG പോരിലും ഗോൾമഴയ്ക്കായി ആരാധകർ കാത്തിരിക്കുന്നു. മറ്റ് മത്സരങ്ങളിൽ ആഴ്സണൽ സ്പോർട്ടിങ്ങിനെയും ഇന്റർ മിലാൻ RB ലൈപ്സിഷിനെയും നേരിടും. എല്ലാ മത്സരങ്ങളും രാത്രി 1:30 മുതൽ. സ്പോർട്സ് ഡെസ്ക് 24. യെസ്, അപ്പോൾ ഒരു സന്തോഷം കൂടി പ്രേക്ഷകരുമായി പങ്കുവെക്കാം. ഇത് അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദൃശ്യമാധ്യമ രംഗത്തെ ക്യാമറമാനുള്ള പുരസ്കാരം, മികച്ച ക്യാമറമാനുള്ള പുരസ്കാരം 24ന്റെ കൊച്ചി ക്യാമറമാൻ VS രാഹുലിനാണ്. അപ്പോൾ വലിയ സന്തോഷം നമുക്ക്. അതെന്തിനാണ്, ഒറ്റമുറിയിൽ താമസിക്കുന്ന എറണാകുളം വരാപ്പുഴയിലെ ഒരു കുടുംബത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ആ ദൃശ്യങ്ങൾക്കാണ് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ കൺഗ്രാറ്റ്സ് VS രാഹുൽ. അതെ, രാഹുലിന്റെ സന്തോഷത്തോടൊപ്പം നമ്മളും ചേരുന്നു. അപ്പോൾ നമുക്കിന്ന് നിർത്തിയാലോ? അപ്പോൾ ഇന്നത്തെ സമയം പൂർണ്ണമായി. നാളെ ഇനിയും കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും സെഗ്മെന്റ്സും പാട്ടും ഒക്കെ ആയിട്ട് ഞങ്ങൾ എത്തും. അപ്പം നാളെ എന്തായാലും പ്രേക്ഷകർ 4 മണിക്ക് കാത്തിരിക്കുക.